Hi students, Relations and Functions ന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ functions, types of functions, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള questions ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകതരം ഓപ്പറേഷനെ കുറിച്ചാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ algebra of real functions എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. Algebraic operations of real functions. അത് ഏതൊക്കെയാണ്? f plus g, f minus g, fg, f divided by g ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഫംഗ്ഷൻസിന്റെ ഓപ്പറേഷൻസ് ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. എന്നാൽ ഇവിടെ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകതരം ഓപ്പറേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 3 സെറ്റ് കൺസിഡർ ചെയ്യാം. A എന്ന് പറയുന്ന സെറ്റ്, B എന്ന് പറയുന്ന സെറ്റ്, C എന്ന് പറയുന്ന സെറ്റ്. ആരോ ഡയഗ്രം ഉപയോഗിച്ച് ഈ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. എയിൽ നിന്നും ബിയിലോട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലോട്ട് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എയിലെ ഒരു എലമെന്റ് ചൂസ് ചെയ്യുവാണ്, എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്. ഇവിടെ ഫംഗ്ഷൻ ഏതാണ്? എഫ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്നും ബിയിലോട്ടാണ്. അപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ വാല്യൂസ് ഏത് സെറ്റിലെ ആയിരിക്കും? എ എന്ന് പറയുന്ന സെറ്റിലെ ആയിരിക്കും ഡൊമൈൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എയിലെ ജനറൽ ആയിട്ട് ഒരു എലമെന്റ് എടുത്തു, എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ബിയിലെ ഏത് എലമെന്റിലോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത്? ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിലെ എക്സ് എന്ന് പറയുന്ന എലമെന്റിനെ എന്താക്കി മാറ്റും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആക്കി മാറ്റും. അതായത് ബിയിലെ എല്ലാ എലമെന്റ്സിന്റെയും ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന രീതിയിലായിരിക്കും. അതായത് എയില് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, എയിൽ x1, x2, എക്സെട്ര കുറെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ബിയിലെ എലമെന്റ്സിന്റെ എല്ലാം ഫോം എന്തായിരിക്കും? എഫ് ഓഫ് x1, എഫ് ഓഫ് x2, എക്സെട്ര എന്ന രീതിയിലായിരിക്കും ബിയിലെ എലമെന്റ്സ്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഒരു ഫംഗ്ഷനും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ബിയിൽ നിന്നും സിയിലോട്ട് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജിയുടെ ഡൊമൈൻ വാല്യൂസ് ഏത് സെറ്റിലെ ആയിരിക്കും? ബി എന്ന് പറയുന്ന സെറ്റിലെ ആയിരിക്കും ജിയുടെ ഡൊമൈൻ വാല്യൂസ്. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെന്റിനെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് എലമെന്റ് ആക്കി മാറ്റും? അതായത് എഫ് ഓഫ് എക്സ് സിയിലെ ഏത് എലമെന്റുമായിട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത്? ഫംഗ്ഷൻ ഇവിടെ ജി ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന എലമെന്റിലോട്ടായിരിക്കും മാപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്നും ബിയിലോട്ടാണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിയിൽ നിന്നും സിയിലോട്ടാണ്. എയിലെ ഒരു എലമെന്റ് ചൂസ് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്ന എലമെന്റ്. ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് എയിലെ എക്സ് എന്ന് പറയുന്ന എലമെന്റിനെ എഫ് ഓഫ് എക്സ് ആക്കി മാറ്റുന്നു. അതേപോലെ തന്നെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിയിലെ എഫ് ഓഫ് എക്സ് എന്ന എലമെന്റിനെ സിയിലെ ഏത് എലമെന്റ് ആക്കി മാറ്റും? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആക്കി മാറ്റും. അപ്പൊ നോക്കുക, എക്സ് എന്ന് പറയുന്ന എലമെന്റ് ചൂസ് ചെയ്തപ്പോൾ ഇവിടെ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് കിട്ടി. അപ്പൊ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എഫ് ആൻഡ് ജി എന്നാണ് പറയുന്നത്. ഇവിടെ ഇതിനെ ജി കോമ്പോസിഷൻ എഫ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഒന്നുകൂടെ നോക്കുക, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എഫ് ആൻഡ് ജി, അതിനെ ജി കോമ്പോസിഷൻ എഫ്. ഇതാണ് പുതിയ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. കോമ്പോസിഷൻ ഓഫ് ടു ഫങ്ഷൻസ് എഫ് ആൻഡ് ജി. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ജി കോമ്പോസിഷൻ എഫ്. അതിന്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. Let f from a to b and g from b to c be two functions, then the composition of f and g denoted by g composition f. റീഡ് ചെയ്യുന്ന ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ജി കോമ്പോസിഷൻ എഫ്. എഴുതുന്നത് ജി ഒരു സർക്കിള് പോലെ ഇട്ടിട്ട് എഫ് എഴുതുക. ജി composition f is the function from a to c. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന? g composition f from a to c given by g composition f of x equal to g of f of x. ഇതാണ് composition of two function എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? composition of functions f and g ആണ് എന്തെന്ന് പറയുന്നത്? g composition f എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോട്ട്സ് നോക്കാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ്
G ആണ്. അങ്ങനെയാണെങ്കിൽ F composition G എന്ന് പറയുന്നത് എന്തായിരിക്കും? F composition G is the composite of G and F എന്ന് എഴുതാം. അതേപോലെ തന്നെ domain of G composition F എന്ന് പറയുന്നത് ഏതാണ്? G composition F ന്റെ വാല്യൂസ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? G composition F എന്ന് പറയുന്നത് A യിൽ നിന്നും C യിലോട്ടാണ്. അപ്പോൾ ഡൊമൈൻ വാല്യൂസ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ അത് ഏത് ഫംഗ്ഷന്റെ ഡൊമൈൻ വാല്യൂസ് ആണ്? F ന്റെ ഡൊമൈൻ വാല്യൂസ് ആണ്. G composition F 1 ആണെങ്കിൽ then F is 1 ആയിരിക്കും. G composition F on 2 ആണെങ്കിൽ G is on 2 ആയിരിക്കും. അടുത്തത് F and G are 1 and on 2, then G composition F is 1 and on 2. In general, G composition F not equal to F composition G. ഇതെല്ലാം പ്രൂവ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തതിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. Next one, inverse of a function. രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യുകയാണ്. A സെറ്റ് 1 2 3, B എന്ന് പറയുന്നത് സെറ്റ് ABCD. എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, F എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ എയിലെ 1 എന്ന് പറയുന്ന എലമെന്റ് സിയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്, 2 എന്ന് പറയുന്നത് എയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്, 3 എന്ന് പറയുന്ന എലമെന്റ് ബിയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്, 4 എന്ന് പറയുന്ന എലമെന്റ് ഡിയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു ആരോ ഡയഗ്രാം കൂടി കൺസിഡർ ചെയ്യാം. സെയിം സെറ്റ് തന്നെ 1 2 3 4 ABCD. ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എയിൽ നിന്നും ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ G എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. G എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 എന്ന് പറയുന്ന എലമെന്റിനെ എയിലോട്ട് മാപ്പ് ചെയ്യുന്നു, 2നെ എയിലോട്ട് മാപ്പ് ചെയ്യുന്നു, 3യെ സിയിലോട്ട് മാപ്പ് ചെയ്യുന്നു, 4നെ ഡിയിലോട്ട് മാപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെയുള്ള ഈ രണ്ട് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. ആദ്യത്തെ ഫംഗ്ഷൻ ഏതിൽ വരും? 1 എന്ന് പറയുന്ന എലമെന്റ് സിയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്, 2 എന്ന് പറയുന്നത് എയിലോട്ടാണ്, 3 ബിയിലോട്ടാണ്, 4 എന്ന് പറയുന്നത് ഡിയിലോട്ടാണ്. രണ്ടാമത്തെ G എന്ന് പറയുന്ന ഫംഗ്ഷനിലോ 1ഉം 2ഉം എയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്, 3 സിയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്, 4 എന്ന് പറയുന്നത് ഡിയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കുക, ഇതിനെ തിരിച്ചെഴുതാൻ പറ്റുമോ നോക്കുക. തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് മാറുമോ എന്ന് നോക്കുക. തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഫംഗ്ഷനെ ബിയിൽ നിന്ന് എയിലോട്ടാക്കുക. അപ്പൊ F എന്ന് പറയുന്ന ഫംഗ്ഷനെ ബിയിൽ നിന്ന് എയിലോട്ടാക്കാം. അതേപോലെ തന്നെ G എന്ന് പറയുന്ന ഫംഗ്ഷനെ ബിയിൽ നിന്ന് എയിലോട്ട് മാപ്പ് ചെയ്യാം, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്? അപ്പൊ ഇവിടെ നോക്കാം. F എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 1 എന്ന് പറയുന്ന എലമെന്റ് സിയിലോട്ടാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഈ എയിലെ എല്ലാ എലമെന്റ്സിനും ബിയില് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെന്തായി? 1 1 ഫംഗ്ഷൻ ആയി. ഇനി നോക്കുക, ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും കുറഞ്ഞത് ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ട് എയില്. അപ്പൊ ഇത് ഓൺ ടു ആയി. ഈ F എന്ന് പറയുന്നത് 1 1 ഓൺ ടു ആണ് അല്ലെ? F എന്ന് പറയുന്നത് 1 1 on 2 ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത G എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കാം. G എന്ന് പറയുന്നത് എന്താണ്? മെനി വൺ ഫംഗ്ഷൻ ആണ്. ഓൺ ടു ഫംഗ്ഷൻ ആണോ? ഓൺ ടുവും അല്ല. മെനി വൺ ഇൻ ടു ഫംഗ്ഷൻ ആണ് G എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ബിയിൽ നിന്ന് എയിലോട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ഈ എ എന്ന് പറയുന്ന എലമെന്റിന് 2 ഇമേജ് വരും. അപ്പോൾ അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന എലമെന്റിന് പ്രീ ഇമേജ് ഇല്ലാതെയും വരും. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ ബിയിൽ നിന്നും എയിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി നോക്കാം, ഈ തന്നിരിക്കുന്ന F എന്ന് പറയുന്ന ഫംഗ്ഷനെ 1 എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത്? സിയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്, 2 എന്ന് പറയുന്നത് എയിലോട്ടാണ്, 3 എന്ന് പറയുന്നത് ബിയിലോട്ടാണ്, 4 എന്ന് പറയുന്നത് ഡിയിലോട്ടാണ് മാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനെ ഒന്ന് തിരിച്ചെഴുതി നോക്കാം. 1 2 3 A എന്ന് പറയുന്ന സെറ്റ് 1 2 3, B എന്ന് പറയുന്നത് ABCD ഫംഗ്ഷൻ ബിയിൽ നിന്നും എയിലോട്ടായി തിരിച്ചെഴുതുകയാണ്. ബിയിൽ നിന്നും എയിലോട്ട് ഡിഫൈൻ ചെയ്താൽ ഇവിടെ നോക്കുക, 1 എന്ന് പറയുന്നത് സിയിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? സിയിൽ നിന്ന് 1ലോട്ടായിരിക്കും. ഇവിടെ എന്താണ്?
2 എന്ന് പറയുന്നത് എയിലോട്ടാണ്. അപ്പം എ എന്ന് പറയുന്നത് 2ലോട്ട് മാപ്പ് ചെയ്യും. 3 ബിയിലോട്ടാണെങ്കിൽ ബി എന്ന് പറയുന്നത് 3ലോട്ട് മാപ്പ് ചെയ്യും. ഡി എന്ന് പറയുന്നത് 4ലോട്ട് മാപ്പ് ചെയ്യും. അപ്പൊ തിരിച്ചെഴുതുന്നതുകൊണ്ട് ഇതിനെ എഫ് ഇൻവേഴ്സ് എന്ന് പറയും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ തിരിച്ചെഴുതിയതുകൊണ്ട് അതിനെ എഫ് ഇൻവേഴ്സ് എന്ന് പറയും. അപ്പൊ നോക്കാം, എഫ് ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് 3, എഫ് ഇൻവേഴ്സ് സി എന്ന് പറയുന്നത് 1, എഫ് ഇൻവേഴ്സ് ഡി എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഈ ബിയിൽ നിന്നും എയിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയെന്ന് നോക്കാം. എ ഫംഗ്ഷൻ ഇഫ് ഈസ് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് തിരിച്ചെഴുതാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ഇൻവേർട്ടബിൾ എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ ഇഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ബൈജക്റ്റീവ്, ദാറ്റ് ഈസ് 1, 1 and on 2. അതുകൊണ്ടാണ് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തിരിച്ചെഴുതാൻ പറ്റി. അപ്പോഴതൊരു ഫംഗ്ഷൻ ആയിട്ട് മാറി, എഫ് ഇൻവേഴ്സ് ആയിട്ട് മാറി. പക്ഷേ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1, 1 ഉം on 2 ഉം അല്ലാത്തത് കൊണ്ട് തിരിച്ചെഴുതാൻ പറ്റത്തില്ല. അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1, 1 ഉം on 2 ഉം ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേറൊരു ഡെഫിനിഷനും കൂടി ഉണ്ട്. രണ്ട് ഫംഗ്ഷൻ തന്നിരുന്നാൽ ഇൻവേഴ്സ് കാണുന്നതിന് f from a to b 1, 1 and on 2 functions, then the function g from b to a such that g composition f എന്ന് പറയുന്നത് i a and f composition g equal to ib. i a എന്ന് പറയുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ a ആണ്, ib എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ b ആണ്. അപ്പൊ ആ ജി എ ഇങ്ങനെ ഒരു ജി എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ജി എ പറയുന്നത് ഇഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയും. ഒന്നുകൂടെ പറയാം, എഫ് ഫ്രം എ ടു ബി 1, 1 and on 2 ഫംഗ്ഷൻ, then the function g from b to a such that g composition f equal to I and f composition g equal to I, then g is called the inverse of f. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കാം. 3 സെറ്റ് കൺസിഡർ ചെയ്യുവാണ്. 1, 2, 3 എ ബി സി. മൂന്നാമത്തെ സെറ്റും ഏത് തന്നെയാണ്? 1, 2, 3 തന്നെ, സെയിം സെറ്റ് തന്നെ. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. വീണ്ടും ബിയിൽ നിന്നും എയിലോട്ടാണ് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു എ. ജി എന്ന് പറയുന്നത് ബിയിൽ നിന്നും എയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് ഡിഫൈൻ ചെയ്യുവാണ്. 1 maps to A, 2 maps to B, 3 maps to C. 1 maps to A ആണെങ്കിൽ A maps to എന്തായിരിക്കും? ബിയിൽ നിന്ന് എയിലോട്ടാണ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ A maps to 1 ആയിരിക്കും. ബി എന്ന് പറയുന്നത് 2ലോട്ട് മാപ്പ് ചെയ്യും. സി എന്ന് പറയുന്നത് 3ലോട്ട് മാപ്പ് ചെയ്യും. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടുള്ളതായിരിക്കും? എയിൽ നിന്നും എയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു എ ആയിരിക്കും. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്ന ജി കോമ്പോസിഷൻ എഫ്, അതിന്റെ ഡൊമൈൻ വാല്യൂസ് എയിലെ വാല്യൂസ് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ വാല്യൂസ് എയിലെ വാല്യൂസ് ആയിരിക്കും. അപ്പൊ എന്ത് കൊടുക്കാം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് ഫസ്റ്റ് എലമെന്റ് ഏതാണ്? 1 ആണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് കൊടുക്കാം. അപ്പൊ അതെന്തായിരിക്കും? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്ന എവിടുത്തെ എലമെന്റ് ആയിരിക്കണം വരുന്നത്? ഈ സെറ്റിലെ എലമെന്റ് ആയിരിക്കണം വരുന്നത്, അല്ലെ? അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് മറന്നു പോകരുത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇവിടെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് എഴുതാം. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആണ്? ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ്. ബി എന്ന് പറയുന്ന സെറ്റിലെ എഫ് ഓഫ് 1 എന്ന് പറയുന്ന ഏത് വരും? ഇവിടെ എ വരും. അപ്പൊ ജി ഓഫ് എ ആയിരിക്കും. ജി ഓഫ് എ ആയിരിക്കും. ജി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എ എവിടുത്തെ എലമെന്റ് ആയിരിക്കും? ജി ഓഫ് എ എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആയിരിക്കും. ജി ഫ്രം ബി ടു എ ആണ്. അപ്പം ജി ഓഫ് എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും? ജി ഓഫ് എ ഈക്വൽ ടു
1. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എലമെന്റ് പറയാം. ഏതാണ്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 പറയാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് എഴുതാം. ഇനി നോക്കുക, ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് 2 എന്ന് പറയുന്ന വാല്യൂ ഏതാണ്? ബി ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബി ആണ്. അപ്പം ജി ഓഫ് എഫ് ഓഫ് 2 നെ എങ്ങനെ എഴുതാൻ പറ്റും? ജി ഓഫ് ബി എന്ന് എഴുതാം. ജി ഓഫ് ബി എന്ന് എഴുതാം. ഇനി നോക്കുക, ജി ഓഫ് ബിയുടെ വാല്യൂ എന്തായിരിക്കും? ജി ഓഫ് ബി എന്ന് പറയുന്നത് ഇവിടുത്തെ എയിലെ എലമെന്റ് ആണ്. ജി ഓഫ് ബി ഈക്വൽ ടു 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു എലമെന്റും കൂടി ഉണ്ട്. ഏതാണ്? G composition f of 3. G composition f of 3 by definition G of f of 3 എന്ന് എഴുതാം. G of f of 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? f of 3 യുടെ വാല്യൂ c ആണ്. അപ്പോൾ G of c കിട്ടും. G of c എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പം G composition f നെ ഒരു സെറ്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എലമെന്റ്സ് ഏതായിരിക്കും? ഓർഡേഡ് പെയർ 1 1, ഓർഡേഡ് പെയർ 2 2, ഓർഡേഡ് പെയർ 3 3. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? 1 എന്ന് പറയുന്ന ഡൊമൈൻ വാല്യൂ കൊടുത്തപ്പോൾ റിസൾട്ട് എന്ത് കിട്ടി? 1 തന്നെ കിട്ടി. അടുത്ത 2 കൊടുത്തപ്പോൾ 2 തന്നെ കിട്ടി. 3 കൊടുത്തപ്പോൾ 3 തന്നെ കിട്ടി. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇതിനെ എന്ത് പറയും? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. 1 maps to 1, 2 maps to 2, 3 maps to 3. ഇതിനെ എന്ത് പറയും? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇവിടെ സെറ്റ് എ ആയതുകൊണ്ട് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇൻ എ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ, ബൈനറി ഓപ്പറേഷൻ. അപ്പൊ എന്താണ് ഒരു ബൈനറി ഓപ്പറേഷൻ എന്ന് നോക്കാം. ബൈനറി ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ എന്ന സിമ്പൽ കൊണ്ടാണ്. സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് എ ഫംഗ്ഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്? എ ക്രോസ് എയിൽ നിന്നും എയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? സ്റ്റാർ ഓഫ് എ ബി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്റ്റാർ ഓഫ് എ ബി എന്ന് പറയുന്നത്? ഇവിടുത്തെ ഫംഗ്ഷൻ സ്റ്റാർ ആണ്. ഇവിടുത്തെ ഫംഗ്ഷൻ സ്റ്റാർ ആണ്. എ ക്രോസ് എയിൽ നിന്നും എയിലോട്ടാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ സ്റ്റാർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ വാല്യൂസ് എവിടുത്തെ വാല്യൂസ് ആയിരിക്കും? എ ക്രോസ് എയിലെ വാല്യൂസ് ആയിരിക്കും. എ ക്രോസ് എയിലെ വാല്യൂസിന്റെ ഫോം എന്തായിരിക്കും? ക്രോസ് പ്രോഡക്റ്റ് ആണ് ഇവിടെ തന്നേക്കുന്നത്. അതിന്റെ ഫോം ഓർഡേഡ് പെയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്റ്റാർ ഓഫ് ഓർഡേഡ് പെയർ എ ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? ഇവിടുത്തെ ഓപ്പറേഷൻ സ്റ്റാർ ആണ്, അതുകൊണ്ട് എ സ്റ്റാർ ബി എന്ന് എഴുതാം. ഇതിനെയാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോക്കാം, ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ എ ക്ലോസ്ഡ് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ. എന്താണ് ഈ ക്ലോസ്ഡ് എന്ന് പറയുന്നതിന്റെ മീനിങ്? ഒരു സെറ്റ് തന്നിട്ടുണ്ട്, സ്റ്റാർ ആ സെറ്റിലെ ഒരു ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ ആ സെറ്റിലെ ഏത് എലമെന്റ് വെച്ച് ഈ സ്റ്റാർ എന്ന ഓപ്പറേഷനിൽ ചെയ്താലും കിട്ടുന്ന എലമെന്റ് എയിലെ തന്നെ എലമെന്റ്സ് ആയിരിക്കണം. അതാണ് ക്ലോസ്ഡ് എന്ന് പറയുന്നതിന്റെ മീനിങ്. ക്ലിയർ ആയല്ലോ? സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ. പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് റിസൾട്ട്, നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ഈസ് n raised to n square. നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? n raised to n square. n എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ സെറ്റ് എ. എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് n raised to n square ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. A equal to set 1 2. Number of binary operation on A is, ഇവിടെ A എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. അപ്പം n എന്ന് പറയുന്നത് 2 ആയി. ബൈനറി ഓപ്പറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n raised to n square ആണ്. n സ്ക്വയറിന്റെ വാല്യൂ എന്ത് കിട്ടും? n raised to n ന്റെ വാല്യൂ 2 ആണ്. 2 raised to 2 square വരും. 2 raised to 2 square എത്രയാണ്? 16 വരും. അപ്പം നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻ ഓൺ എ ഈക്വൽ ടു 16. ഇനി എക്സാമ്പിൾ നോക്കാം.
എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് 1 2 3 ഈസ് പ്ലസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. ഇവിടെ സെറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്ന ഏതാണ്? എ എന്ന് പറയുന്ന സെറ്റ് ആണ്. സെറ്റ് 1 2 3 ആണ്. പ്ലസ് എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് നോക്കുക. അപ്പൊ നമ്മൾ 2-3 ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് പഠിച്ചു. എവിടെ നിന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്? എ ക്രോസ് എയിൽ നിന്ന് എയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു ഡെഫിനേഷൻ പഠിച്ചു. എ ബൈനറി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു ഡെഫിനേഷനും കൂടെ ഉണ്ട്. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ എ സ്റ്റാർ ബി ബിലോങ്സ് ടു എ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു എ. അപ്പൊ ഇവിടെ തന്നേക്കുന്ന എന്താണ്? എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. 1 2 3 എന്ന് പറയുന്ന സെറ്റ്. സ്റ്റാർ ഒരു ബൈനറി. ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്ന ഏതാണ് ബൈനറി ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്? പ്ലസ് ആണ് ബൈനറി ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്. അപ്പം പ്ലസ് ഒരു ബൈനറി ഓപ്പറേഷൻ, എയിലെ ഒരു ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ എന്താണ്? ഈ എ എന്ന് പറയുന്ന സെറ്റിലെ ഏത് 2 എലമെന്റ് ഉപയോഗിച്ച് ഏത് 2 എലമെന്റ്സ് ആഡ് ചെയ്താലും എന്ത് തന്നെ കിട്ടണം? എയിലെ എലമെന്റ്സ് തന്നെ കിട്ടണം. നമുക്ക് ചെക്ക് ചെയ്യാം. 2 3 എലമെന്റ് ഓഫ് എ. 2ഉം 3ഉം എയിലെ എലമെന്റ് ആണല്ലോ. എയിലെ ആകെ എത്ര എലമെന്റ്സ് ഉണ്ട്? 1ഉം 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ 2ഉം 3 എന്ന് പറഞ്ഞ 2 എലമെന്റ്സ് എടുത്തു. തന്നിരിക്കുന്ന ഓപ്പറേഷൻ ഏതാണ്? അഡീഷൻ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത 2 + 3 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5 കിട്ടും. 5 എന്ന് പറയുന്നത് ഈ എയിലെ എലമെന്റ് ആണോ? അല്ല. അപ്പൊ 5 നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അപ്പൊ എന്ത് പറയാം? ഇതിൽ നിന്നും പ്ലസ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് എ എന്ന് പറയാം. അതുപോലെ വേറെ 2 എലമെന്റ് എടുത്താലും മതി. 1ഉം 3ഉം എടുത്താലും എന്ത് കിട്ടും? 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. 4 എന്ന് പറയുന്നത് എയിലെ എലമെന്റ് അല്ല. അതുകൊണ്ട് എയിലെ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല പ്ലസ് എന്ന് പറയാം. പ്ലസ് ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആർ ബൈനറി ഓപ്പറേഷൻ ഓൺ ആർ. ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ആറിലെ ബൈനറി ഓപ്പറേഷൻ ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ആറിലെ ഏത് 2 എലമെന്റ് എടുത്ത് ആഡ് ചെയ്താലും ആറിലെ തന്നെ ആയിരിക്കും. ആറിലെ ഏത് 2 എലമെന്റ് എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും അത് ആറിലെ എലമെന്റ് ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്താലും അത് ആറിലെ എലമെന്റ് തന്നെ ആയിരിക്കും. സബ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ n. അപ്പൊ അതെന്താണ്? n എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറിന്റെ കളക്ഷനിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 2 3 എന്ന് പറയുന്ന എലമെന്റ് n ക്രോസ് n ലുണ്ട്. അല്ലെങ്കിൽ n എന്ന് പറയുന്ന സെറ്റിലെ 2 എലമെന്റ്സ് എടുത്തു. 2ഉം 3ഉം. ഇവിടുത്തെ ഓപ്പറേഷൻ ഏതാണ്? ബൈനറി ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ. മൈനസ് ആണ്. അപ്പൊ 2ൽ നിന്ന് 3 കുറച്ചു. 2 - 3 എന്ന് പറയുന്നത് എന്ത് വരും? -1 വരും. -1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണോ? അല്ല. നോട്ട് ആൻ എലമെന്റ് ഓഫ് n. സോ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ n. നെക്സ്റ്റ് വൺ, ഡിവിഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ r - സെറ്റ് 0. r - സെറ്റ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ സീറോ റിയൽ നമ്പേഴ്സ്. നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്ന കളക്ഷനിൽ നിന്ന് 0 ഒഴിച്ചുള്ള ബാക്കിയെല്ലാ റിയൽ നമ്പേഴ്സും. ക്ലിയർ ആയല്ലോ? ഡിവിഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ r - സെറ്റ് 0. അപ്പൊ എന്തുകൊണ്ടാണ് r - സെറ്റ് 0? അപ്പൊ ആറിലെ ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കുമോ ഡിവിഷൻ എന്ന് നോക്കാം. ഡിവിഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ r. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? 2 എലമെന്റ്സ് എടുക്കാം. 1ഉം 0ഉം r ക്ലോസ് r ലെ എലമെന്റ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 1, 0 എലമെന്റ് ഓഫ് r, but 1/0 is not an element of r. 1/0 എന്ന് പറഞ്ഞാൽ 0 കൊണ്ടുള്ള ഡിവിഷൻ ഡിഫൈൻഡ് ആണോ? അല്ല. 1/0 is not an element of r. So division is not a binary operation on r. Properties of binary operations. First property, commutative. അപ്പോൾ commutative എന്ന് പറഞ്ഞാൽ എന്താണ്? a star b equal to b star a for all a b belongs to a. എക്സാമ്പിൾ നോക്കാം. n plus is commutative. n plus എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? Addition is a commutative binary operation on set of natural numbers. അതാണ് n plus എന്ന് പറയുന്നത്. Addition is a commutative binary operation on set of natural number.
അപ്പൊ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 2 എലമെന്റ് എടുക്കുക. n എന്ന് പറയുന്ന സെറ്റിലെ 2 എലമെന്റ് എടുക്കുക. ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആണ്. ആ 2 എലമെന്റ് ആഡ് ചെയ്യുന്നതും തിരിച്ച് ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണോ എന്ന് നോക്കുക. അപ്പൊ 1ഉം 2ഉം 2 എലമെന്റ്സ് എടുത്തു. 1 + 2 എന്ന് പറയുന്നതും 2 + 1 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ട് n പ്ലസ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ഇനി അടുത്തത് n ഇൻറ്റു ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെ സെറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആണ്. ബൈനറി ഓപ്പറേഷൻ ഇൻറ്റു ആണ്. 2 എലമെന്റ് എടുത്തു, 3ഉം 4ഉം. ഇപ്പൊ എന്ത് ചെക്ക് ചെയ്താൽ മതി? a സ്റ്റാർ b ഈക്വൽ ടു b സ്റ്റാർ a. അതായത് ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം 3 × 4 ഈക്വൽ ടു 4 × 3. 4 × 3 ഈക്വൽ ടു എത്രയാണ്? 12 ആണ്. അപ്പൊ അത് കമ്മ്യൂട്ടേറ്റീവ്. n ഇൻറ്റു ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അടുത്തത് r മൈനസ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. r മൈനസ് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ? 2 എലമെന്റ്സ് എടുത്തു, 4 എടുത്തു, 2 - 4 എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. പക്ഷെ 4 - 2 എന്ന് പറയുന്നത് 2a വരും. അപ്പൊ 2 - 4 not equal to 4 - 2. So r minus is not commutative. Next one, r minus set 0 divided by is not commutative. ഇപ്പൊ 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്താൽ 1ഉം 0ഉം 2 എലമെന്റ് എടുക്കുകയാണ്. 1/0 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1/0 ഡിഫൈൻഡ് ആണോ? 0 കൊണ്ടുള്ള ഡിവിഷൻ ഡിഫൈൻഡ് അല്ല. പക്ഷെ 0/1 എന്ന് പറയുന്നതിന്റെ ആൻസർ 0 ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് എന്ത് പറയാം? r minus 0 divided by is not commutative. Next one, associative. Associative 3 elements എടുത്തു, aയും bയും cയും. a star b star c equal to a star b star c for all a b c belongs to a. n plus is associative. Next one, r minus is not associative. n into is associative. r minus set 0 divided by is not associative. ഇതെല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഐഡന്റിറ്റി എലമെന്റ്. ഇ എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ a star e equal to a equal to e star a for all a belongs to a ആയിരിക്കണം. r പ്ലസിന്റെ ഐഡന്റിറ്റി എലമെന്റ് 0, r into ഐഡന്റിറ്റി എലമെന്റ് 1, r മൈനസിന്റെ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? നോ ഐഡന്റിറ്റി എലമെന്റ്. r minus set 0 divided by no identity element. n plus no identity element. Next one, inverse of an element. Inverse എന്ന് പറഞ്ഞാൽ എന്താണ്? a star a inverse equal to e identity element ആയിരിക്കണം. equal to a inverse star a. r പ്ലസിന്റെ ഇൻവേഴ്സ് ഏതാണ്? a എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് മൈനസ് a ആയിരിക്കും. ഇവിടെ പ്ലസ് ആണ് ബൈനറി ഓപ്പറേഷൻ. എയുടെ ഇൻവേഴ്സ് മൈനസ് എ ആയിരിക്കും. r ഇൻറ്റുവില് എയുടെ ഇൻവേഴ്സ് 1/a ആയിരിക്കും. a നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. there is no inverse for a on r minus n plus r minus set. ഇനി കുറച്ച് റിസൾട്ട്സ് നോക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? റിലേഷൻസ് ആയിരുന്നു. Number of relations from a to b equal to 2 raised to mn. Number of relations എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. 2 raised to സബ്സെറ്റ് ആയതുകൊണ്ട് 2 raised to mn. നമ്പർ ഓഫ് റിലേഷൻസ് 2 raised to mn കിട്ടും. നെക്സ്റ്റ് വൺ ഏതായിരുന്നു? ഫംഗ്ഷൻ ആയിരുന്നു പഠിച്ചത്. അപ്പൊ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം a into b എന്താണ്? n of b raised to n of a. n of b എന്ന് പറയുന്നത് b യിലെ നമ്പർ ഓഫ് എലമെന്റ്സും n of a എന്ന് പറയുന്നത് എന്താണ്? a യിലെ നമ്പർ ഓഫ് എലമെന്റ്സും ആണ്. അടുത്ത എന്താണ്? ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. മെനി വൺ, ഓൺ ടു ഫംഗ്ഷൻസ് ഒക്കെ അല്ലേ പഠിച്ചത്? നമ്പർ ഓഫ് വൺ ഫംഗ്ഷൻസ് ഫ്രം a into b എന്ന് പറയുന്നത് n of b p n of a if n of b greater than or equal to n of a equal to 0 otherwise. അതായത് വൺ ഫംഗ്ഷൻ എയിൽ നിന്നും b യിലോട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ n of b യുടെ b എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് a എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? n of b p n of a.
അതിൽ കുറവാണെങ്കിൽ ആൻസർ 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് ഫ്രം എ to b equal to sigma r equal to 1 to n minus 1 raised to n minus r into ncr r raised to m if 1 less than or equal to n less than or equal to m equal to 0 m less than n. Next one, number of onto functions a onto b equal to 2 raised to n minus 2 where n of b equal to 2 and n of a equal to n. Next one, number of bijection. 1 onto alle bijection varayana number of bijection from a onto b equal to n of a factorial if n of a equal to n of b otherwise 0. Next, number of binary operations equal to n raised to n square. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റിസൾട്ടുകളെല്ലാം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.